ഹായ് ഡിയേഴ്സ്, ഒട്ടും സമയമില്ലാത്തപ്പോഴൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല നല്ലൊരു മുട്ട മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 3 സവാള, മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മസാലയൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ക്യാപ്സിക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നേരിയ രീതിയിൽ അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നന്നായിട്ട് ഡ്രൈ ആയി ഉണ്ടെങ്കിൽ നമ്മൾ 2-3 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകുമേ. ഇനി നമ്മളിതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ട് മസാല ഇത്തിരി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യമായിട്ട് നമ്മളിതിലേക്ക് ഇത്തിരി ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മുട്ടയുടെ മുകളിലേക്കായിട്ട് വിതറി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു മുട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേ രീതിയിലൊന്ന് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാകുമേ. ഈ ഒരു സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ മുട്ട തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇടാം. ഇനിയിപ്പോൾ ആ ഒരു ചൂട്ടിൽ തന്നെ നമ്മുടെ ആ ഒരു മുട്ട റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു മുട്ട മസാല. ഒട്ടും സമയമില്ലാത്തപ്പോഴൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ട മസാലയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇടിയപ്പമായി കഴിഞ്ഞാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞാൽ പോലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മസാലയും കൂട്ടിക്കിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ രീതിയിലൊക്കെ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്